Good afternoon. ഇന്നത്തെ വീഡിയോ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. CSIR നെറ്റ് ലൈഫ് സയൻസിൻ്റെ ജൂൺ 2024 ഷിഫ്റ്റ് 1 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ മുന്നത്തെ ഭാഗം അത് 9 വരെയുള്ള ക്വസ്റ്റ്യൻസ് മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. ബാക്കി ക്വസ്റ്റ്യൻസ് ആണിത്. ബി പാർട്ടിലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ക്വസ്റ്റ്യൻ നമ്പർ 10. Which of the following is least suited for long distance phloem transport of photo-assimilated carbon in plants? Option 1 reducing sugars, 2 mannitol, 3 galactosyl sucrose oligosaccharide, 4 non-reducing sugar. ഇതിൽ ഏറ്റവും ലീസ്റ്റ് ഫ്ലോയത്തിലൂടെ ലീസ്റ്റ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഏതാണ് എന്നാണ് ചോദിച്ചത്. ലീസ്റ്റ് സ്യൂട്ടഡ് ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇത് ആൻസർ വരുന്നത് റെഡ്യൂസിങ് ഷുഗേഴ്സ് ആണ്. ഈ റെഡ്യൂസിങ് ഷുഗേഴ്സ് മോർ ആക്റ്റീവാണ് കമ്പയർ ടു നോൺ റെഡ്യൂസിങ് ഷുഗേഴ്സ്. സോ ലെസ് ആക്റ്റീവായിട്ടുള്ള ആളാണ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി സ്യൂട്ടബിൾ. സോ ആൻസർ ഓപ്ഷൻ 1 ആണ്. അതുപോലെ ഫ്ലോയം സാപ്പിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. കാർബോഹൈഡ്രേറ്റിലുള്ള നോൺ റെഡ്യൂസിങ് ഷുഗേഴ്സ് ആണ്, നോൺ റെഡ്യൂസിങ് കാർബോഹൈഡ്രേറ്റ് ആണ് കൂടുതലായിട്ട് കാണുന്നത്. പിന്നെ പ്ലാന്റിൽ ഏറ്റവും കൂടുതലായിട്ട് ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് നടത്തുന്നത് ഫ്ലോയം സാപ്പിൽ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് നടത്തുന്ന ഷുഗർ എന്ന് പറയുന്നത് സൂക്രോസ് ആണ്. ഓർത്തേക്ക് സൂക്രോസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെൽ lysate in 1% TX100 was purified over an affinity column to isolate a complex with certain enzymatic activity. The purified enzyme complex was separated on a 10 to 50% continuous sucrose gradient. Shown below are the UV spectra using an absorbance filter at 280 nanometer or 260 nanometer. Which one of the following combination of molecule would generate the spectra shown above? Option 1 protein, option 2 protein RNA, option 3 protein lipid, option 4 protein cholesterol. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ സെല്ലെടുത്തു, ആ സെല്ല് നമ്മൾ സെൽ ലൈസിസ് ചെയ്യുകയാണ്, ഐസൊലേറ്റ് ചെയ്യുന്നു, എന്നിട്ട് എൻസൈമാറ്റിക് ആക്ടിവിറ്റി നോക്കാൻ വേണ്ടിയിട്ട് സെൽ പ്യൂരിഫിക്കേഷൻ നടത്തുവാണ്. എന്നിട്ട് നമുക്ക് ഫൈനലി ഇതുപോലൊരു ഗ്രാഫ് ലഭിക്കുന്നു. ഈ ഗ്രാഫ് എന്ന് വെച്ചാൽ അബ്സോർബൻസ് കാണിക്കുന്നൊരു ഗ്രാഫാണ്. ഷോൺ ബിലോ ആർ ദ UV സ്പെക്ട്ര യൂസിങ് ആൻ അബ്സോർബൻസ് ഫിൽട്ടർ അറ്റ് 280 നാനോമീറ്റർ ആൻഡ് 260 നാനോമീറ്റർ. അപ്പോൾ ഇതിൽ ഗ്രാഫിൻ്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട് 280 നാനോമീറ്റർ ഫസ്റ്റ് ഗ്രാഫ്, സെക്കൻഡിൽ 260 നാനോമീറ്റർ. നമുക്കിതിൽ ഈ ഗ്രാഫ് നോക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരേ ഒരു കാര്യം അബ്സോർബൻസിൻ്റെ ഡിഫറൻസ് മാത്രമാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഗ്രാഫിലെ വേരിയേഷൻസ്. അപ്പോൾ ഇതിൽ ഈ ഇത്ര പോലെ കാര്യങ്ങൾ തന്നിട്ട് ഇത് ഏത് കോമ്പണൻസ് ആണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ഉള്ളത് പ്രോട്ടീൻ ഉണ്ട്, ന്യൂക്ലിക് ആസിഡ് ഉണ്ട്, ലിപ്പിഡ്സ് ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, അങ്ങനെ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്തണം. അപ്പോൾ ഇതിൽ ഏതോ ആണ് ഉത്തരം. അപ്പോൾ അബ്സോർബൻസും പ്രോട്ടീനും തമ്മിൽ റിലേഷൻ ഇല്ലേ, അബ്സോർബൻസും ന്യൂക്ലിക് ആസിഡും തമ്മിൽ റിലേഷൻ ഇല്ലേ. ഇപ്പോൾ പ്രോട്ടീൻ്റെ അബ്സോർബൻസ് എത്രയാണെന്ന് അറിയാം, 280 നാനോമീറ്റർ ആണ്. പ്രോട്ടീൻസ് കാണിക്കുന്ന അബ്സോർബൻസ് എന്ന് പറയുന്നത് 280 നാനോമീറ്റർ ആണ്. അതുപോലെ ന്യൂക്ലിക് ആസിഡ് ആയിട്ടുള്ള RNAയും DNA-യും കാണിക്കുന്ന അബ്സോർബൻസ് ആണ് 260 നാനോമീറ്റർ. അപ്പോൾ ഇതിൽ നമുക്ക് പറയാം ആദ്യത്തേത് പ്രോട്ടീൻ്റെതും രണ്ടാമത്തേത് ന്യൂക്ലിക് ആസിഡിൻ്റെതും ആണെന്ന് പറയാം. അതായത് ഓപ്ഷനിൽ ഇപ്പോൾ ന്യൂക്ലിക് ആസിഡ് ആയിട്ടുള്ള RNA ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ 2 ആണ് കറക്റ്റ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ കറക്റ്റ് കോമ്പിനേഷൻ ഓഫ് 4 carbon intermediate formed during C4 photosynthesis in plant? Option 1 malate and aspartate, option 2 aspartate and alanine, option 3 phosphoenol pyruvate and oxaloacetate, option 4 alanine and pyruvate. അപ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് C4 സൈക്കിൾ പറയുമ്പം ഫസ്റ്റ് 4 കാർബൺ കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് ഓക്സാലോഅസറ്റേറ്റ് ആണ്.
പക്ഷേ ഇവിടെ ഓക്സാലോഅസറ്റേറ്റ് അല്ല ആൻസർ വരുന്നത്. ഓപ്ഷൻ 1 ആണ് ആൻസർ. മാലൈറ്റ് ആൻഡ് അസ്പാർട്ടേറ്റ് ആണ്. അപ്പോൾ നമുക്ക് C4 സൈക്കിൾ എന്താണെന്ന് നോക്കാം. ഈ C4 സൈക്കിൾ കൊണ്ടുവന്നത് പ്ലാന്റ് അഡാപ്റ്റ് ചെയ്തിട്ടുള്ളത് കാർബൺ ഡൈ ഓക്സൈഡിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാർബൺ ഡൈ ഓക്സൈഡിനെ ബണ്ടിൽ ഷീറ്റിനകത്ത് ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് C4 സൈക്കിൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ C4 സൈക്കിളിൻ്റെ മറ്റൊരു പേരാണ് ഹാച്ച് ആൻഡ് സ്ലാക്ക് പാത്വേ. ഹൈ ടെമ്പറേച്ചറിനെ ടോളറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പാത്വേ പ്ലാന്റ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ കൂടുതൽ കാണപ്പെടുന്നത് മോണോകോട്ട് ഗ്രാസ് ആയിട്ടുള്ള മെയ്സ്, പിന്നെ ഷുഗർ കെയിൻ അങ്ങനെയുള്ള പ്ലാന്റ്സിലാണ് C4 പാത്വേ കാണുന്നത്. ഈ ഒരു പാത്വേ കൊണ്ട് പ്ലാന്റ്സിന് കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡിനെ ട്രാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കാൽവിൻ സൈക്കിളിലുള്ള കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് കാൽവിൻ സൈക്കിളിന് അഫിനിറ്റി ഉണ്ട്, ഓക്സിജനുമായിട്ടും അഫിനിറ്റി ഉണ്ട്. അപ്പോൾ ഓക്സിജനുമായിട്ടുള്ള അഫിനിറ്റി കുറച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡിലുള്ള അഫിനിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു C4 സൈക്കിൾ കൊണ്ടുവന്നത്. അപ്പോൾ ഇതിൽ മീസോഫിലിൻ്റെ അകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് എൻ്റർ ചെയ്യുന്നു. കാർബൺ ഡൈ ഓക്സൈഡും പെപ്പും ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റും കമ്പൈൻ ചെയ്തിട്ട് ഇൻ പ്രസൻസ് ഓഫ് ദ എൻസൈം പെപ്പ് കാർബോക്സിലേസ് ഇറ്റ് ഫോംസ് ഓക്സാലോഅസറ്റേറ്റ്. ഇതിൽ പെപ്പ് ഒരു 3 കാർബൺ കോമ്പൗണ്ട് ആണ്. ഓക്സാലോഅസറ്റേറ്റ് ഈസ് എ 4 കാർബൺ കോമ്പൗണ്ട്. ഈ ഓക്സാലോഅസറ്റേറ്റ് മാലൈറ്റ് ആയിട്ട് മാറുന്നു, അതുപോലെ അസ്പാർട്ടേറ്റ് ആയിട്ടും മാറുന്നുണ്ട്. ഈ മാലൈറ്റും അസ്പാർട്ടേറ്റും 4 കാർബൺ കോമ്പൗണ്ട് ആണ്. ഇറ്റ്സ് ഇൻ ഇൻ്റർമീഡിയറ്റ് സ്റ്റെപ്സ് ഇൻ കോമ്പൗണ്ട്സ് ഇൻ C4 സൈക്കിൾ. ദെൻ ഈ മാലൈറ്റ് ബണ്ടിൽ ഷീറ്റ് സെല്ലിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. പിന്നീട് അത് കാർബൺ ഡൈ ഓക്സൈഡും പൈറുവേറ്റുമായിട്ട് മാറുന്നു. പൈറുവേറ്റ് ഇസ് എ 3 കാർബൺ കോമ്പൗണ്ട്. ഈ കാർബൺ ഡൈ ഓക്സൈഡാണ് പിന്നീട് കാൽവിൻ സൈക്കിളിലേക്ക് കടക്കുന്നത്. ദെൻ പൈറുവേറ്റ് തിരിച്ച് മീസോഫിൽ സെല്ലിലേക്ക് കടക്കുന്നു. മീസോഫിലിൽ വെച്ചിട്ട് പൈറുവേറ്റ് ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റ് ആയിട്ട് മാറുന്നു. ഇതാണ് C4 സൈക്കിൾ. അപ്പോൾ ഇതിൽ 4 കാർബൺ ഇൻ്റർമീഡിയറ്റ് കോമ്പണൻസ് ആയിട്ട് വരുന്നത് ഒന്ന് ഓക്സാലോഅസറ്റേറ്റ് ആണ്, പിന്നെ മാലൈറ്റ് ആണ്. മാലൈറ്റും അസ്പാർട്ടേറ്റും ഇവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യനിൽ നോക്കുകയാണെങ്കിൽ ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് ഒരു 3 കാർബൺ കോമ്പൗണ്ട് ആണ്, ഓക്സാലോഅസറ്റേറ്റ് മാത്രമാണ് 4 കാർബൺ. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ 1 ആണ്, മാലൈറ്റ് ആൻഡ് അസ്പാർട്ടേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് പ്ലാസ്മോഡെസ്മേറ്റ ഇൻ എ പ്ലാന്റ് സെൽ ഈസ് ഇൻകറക്റ്റ്. ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ പ്ലാസ്മോഡെസ്മേറ്റ് എന്ന് പറയുന്നത് സൈറ്റോപ്ലാസ്മിക് കണക്ഷനാണ് 2 സെല്ലിന് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അനിമൽ സെല്ലിലെ ഗ്യാപ്പ് ജംഗ്ഷൻ പോലെ തന്നെയാണ് പ്ലാന്റ്സിൽ പ്ലാസ്മോഡെസ്മേറ്റ. ഇത് പ്ലാന്റ്സിൽ സെല്ലിൽ മാത്രമാണ് കാണുന്നത്. അപ്പോൾ ഓപ്ഷൻ 1 നോക്കാം. ദേ ആർ സ്പെഷ്യലൈസ്ഡ് സെൽ ടു സെൽ ജംഗ്ഷൻ. കറക്റ്റാണ്, സെൽ ടു സെൽ ജംഗ്ഷനാണ്. ദേ ആർ ഓപ്പൺ ചാനൽ ദാറ്റ് കണക്ട് ദ സൈറ്റോസോൾ ഓഫ് അഡ്ജസൻറ്റ് സെൽ. കറക്റ്റാണ്, അഡ്ജസൻ്റ് ആയിട്ടുള്ള സെൽസിൻ്റെ സൈറ്റോസോളിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നു. ഓപ്ഷൻ 3, the plasma membrane of the adjacent cells extend continuously through each plasmodesmata. It's correct option. Option 4, plasmodesmata are extensions of chloroplast that interconnects the cytosol of the adjacent cell. Extension of chloroplast alla is a extension of cytoplasm എന്ന് പറയാം. അപ്പോൾ ഓപ്ഷൻ 4 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ യൂക്കാരിയോട്സ് ന്യൂക്ലിയോസോം റീമോഡലേഴ്സ്. യൂക്കാരിയോട്ടിലെ ന്യൂക്ലിയോസോം റീമോഡലേഴ്സ് താഴെ തന്നതിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ 1, മീഥൈലേറ്റ് ഹിസ്റ്റോൺ H3. ഓപ്ഷൻ 2, അസറ്റൈലേറ്റ് ഹിസ്റ്റോൺ H3 ആൻഡ് H4. ഓപ്ഷൻ 3, ക്രിയേറ്റ് DNA cell hypersensitive sites. ഓപ്ഷൻ 4, degrade histone subunit. ഈ ന്യൂക്ലിയോസോം റീമോഡലിങ്ങിൽ ഹിസ്റ്റോൺസിന് കോവലൻ മോഡിഫിക്കേഷൻസ് ഒന്നും നടക്കുന്നില്ല. അപ്പോൾ ഓപ്ഷൻ 1ഉം 2ഉം നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അതുപോലെ ഓപ്ഷൻ 4ൽ പറയുന്നുണ്ട് ഡീഗ്രേഡ് ഹിസ്റ്റോൺ സബ് യൂണിറ്റ്, ഡീഗ്രഡേഷനും നടക്കുന്നില്ല. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്, ക്രിയേറ്റ് DNA cell hypersensitive sites. ന്യൂക്ലിയോസോം റീമോഡലിങ്ങിൽ മെയിനായിട്ട് നടക്കുന്നത് ന്യൂക്ലിയോസോം സ്ലൈഡിങ്ങും അതുപോലെ ഹിസ്റ്റോൺ എക്സ്ചേഞ്ചും ആണ്. സോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 3 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ,
A pulse oximeter measures the ratio between oxyhemoglobin and hemoglobin in the pulsating condition on the finger. Which combination of wavelength can obtain a differential absorption to measure blood oxygen saturation? Option 1 ultraviolet and infrared. Option B visible and infrared. Option 3 far ultraviolet and visible. Option 4 ultraviolet and far ultraviolet. ഇപ്പോൾ പൾസ് ഓക്സിമീറ്ററിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഓക്സി ഹീമോഗ്ലോബിനും തമ്മിലുള്ള റേഷ്യോ മെഷർ ചെയ്യുക എന്നതാണ്. ഓക്സി ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ഹീമോഗ്ലോബിൻ ഓക്സിജനുമായിട്ട് ബൈൻഡ് ചെയ്തിട്ടുള്ള കണ്ടീഷനാണ്. അപ്പോൾ ബ്ലഡ് ഓക്സിജൻ സാച്ചുറേഷൻ മെഷർ ചെയ്യുന്ന സമയത്ത് ഓപ്ഷനിൽ തന്നിട്ടുള്ള ഏത് വേവ് ലെങ്ത്തിൻ്റെ കോമ്പിനേഷൻസിൻ്റെ അബ്സോർപ്ഷൻ ഡിഫറൻഷ്യൽ അബ്സോർപ്ഷൻ വെച്ചിട്ടാണ് മെഷർ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ 2 വിസിബിൾ ആൻഡ് ഇൻഫ്രാറെഡ് ആണ്. ഈ പൾസ് ഓക്സിമീറ്റർ മെഷർ ചെയ്യുന്ന വേവ് ലെങ്ത് എന്ന് പറയുന്നത് വിസിബിൾ ആൻഡ് ഇൻഫ്രാറെഡിൻ്റെ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് മമേലിയൻ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഈസ് ഇൻകറക്റ്റ്? താഴെ തന്നതിൽ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിക്കുന്നത്. ഓപ്ഷൻ 1 പാറ്റേൺ റെക്കഗ്നിഷൻ റിസെപ്റ്റേഴ്സ് PRRs ആർ എ കോമ്പണൻറ്റ് ഓഫ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. കറക്റ്റാണ്. ഓപ്ഷൻ 2 സെറം കോംപ്ലിമെൻറ്റ് പ്രോട്ടീൻസ് ആർ പാർട്ട് ഓഫ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. കറക്റ്റാണ്. ഓപ്ഷൻ 3 innate immunity has only a narrow range of specificity. Option 4 the outcome of innate immunity is the rapid recognition and phagocytosis or destruction of the pathogen. അതും കറക്റ്റാണ്. ഓപ്ഷൻ 3 ആണ് ഇവിടെ ഇൻകറക്റ്റ് ആയിട്ട് വരുന്നത്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിക്ക് നാരോ റേഞ്ച് സ്പെസിഫിസിറ്റി ആണെന്നാണ് ഇവിടെ പറയുന്നത്. ആക്ച്വലി ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിക്ക് വൈഡ് റേഞ്ച് ഓഫ് സ്പെസിഫിസിറ്റി ആണ്. ഇത് പാത്തോജനെ റെക്കഗ്നൈസ് ചെയ്യുന്നത് പാംസ് പാത്തോജൻ അസോസിയേറ്റഡ് മോളിക്കുലർ പാറ്റേൺ വെച്ചിട്ടാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വൈഡ് റേഞ്ച് റെക്കഗ്നീഷൻ നടത്താൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, എ സ്റ്റുഡൻറ് കൗണ്ട്സ് ദ നമ്പർ ഓഫ് സീഡ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ 10 different haploid Arabidopsis plants and obtains the following data. കുറച്ച് ഡാറ്റ കൊടുത്തിട്ടുണ്ട്. Which one of the following is the best measure of central tendency for summarizing the above data? ഈ above data വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന സമ്മറൈസ് ചെയ്യാൻ പറ്റുന്ന മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഏതാണെന്ന് ചോദിക്കുന്നത്. ഇതിൽ ആൻസർ വരുന്നത് മീഡിയൻ ആണ്. മീഡിയൻ എന്താണെന്ന് വെച്ചാൽ ഇതിന് അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സെൻട്രൽ വാല്യൂവിനെയാണ് മീഡിയൻ എന്ന് പറയുന്നത്. ഇതിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നത് മീഡിയൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ കാണുമ്പോൾ കുറച്ച് പേടി തോന്നും, പക്ഷേ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എ DNA molecule is completely transcribed into messenger RNA by an RNA polymerase. അതായത് ഒരു DNA മോളിക്യൂളിനെ RNA പോളിമറേസ് mRNA ആക്കി മാറ്റുവാണ്. mRNA ആക്കി ട്രാൻസ്ക്രൈബ് ചെയ്യുവാണ്. ദ ബേസ് കോമ്പോസിഷൻ ഓഫ് ദ DNA ടെംപ്ലേറ്റ് സ്റ്റാൻഡ് ഈസ്. ഇപ്പോൾ DNA ബേസ് കോമ്പോസിഷൻ തന്നിട്ടുണ്ട്. ഗ്വാനിൻ എന്ന് പറയുന്നത് ഗ്വാനിൻ, സൈറ്റോസിൻ, അഡെനിൻ, തൈമിൻ, ഇത്രയും ആൾക്കാർ തന്നിട്ടുണ്ട്. ദ ബേസ് കോമ്പോസിഷൻ ഓഫ് ദ ന്യൂലി സിന്തസൈസ്ഡ് RNA മോളിക്യൂൾ. ഇപ്പോൾ DNAയുടെ ബേസ് കോമ്പോസിഷൻ തന്നിട്ടുണ്ട്. RNAയുടെ ബേസ് കോമ്പോസിഷൻ എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ DNA ടെംപ്ലേറ്റിലുള്ള ബേസസിൻ്റെ പെയേഴ്സ് ആയിരിക്കും RNAയിൽ ഉണ്ടാവുക. അപ്പോൾ ഗ്വാനിനാണ് DNAയിൽ ഉണ്ടെങ്കിൽ RNAയിൽ സൈറ്റോസിനായിരിക്കും. അപ്പോൾ ഗ്വാനിൻ 24.1% ഉണ്ട്. അപ്പോൾ ആൻസറിൽ സൈറ്റോസിനും 24.1% ഉണ്ടാവണം. അങ്ങനെയുള്ളത് ഓപ്ഷൻ 2ഉം 3ഉം ആണ്. പിന്നെ സൈറ്റോസിനുള്ളത് 18.5% ആണ്. അപ്പോൾ ആൻസറിൽ ഗ്വാനിൻ 18.5% ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളത് ഓപ്ഷൻ 3 മാത്രമാണ്. അപ്പോൾ ഇതിൽ സമയം കളയാണ്ട് നമുക്ക് ആൻസർ ചെയ്യാം. ഓപ്ഷൻ 3 ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് രാമചന്ദ്രൻ പ്ലോട്ടിൻ്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്.
In the representation of the dipeptide shown below, the superscript -1 denote the atom of the previous amino acid, while +1 denote the atom of the next amino acid. The atomic coordinates of how many and which of the following atoms are required to uniquely define the torsion angle phi and psi of the Ramachandran plot. അപ്പോൾ ഇതൊരു പ്രോട്ടീൻ്റെ അമിനോ ആസിഡിൻ്റെ സ്ട്രക്ചറാണ് കൊടുത്തിട്ടുള്ളത്. 2 അമിനോ ആസിഡ് NC ബോണ്ട് വഴി ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സൈ ആൻഡ് ഫൈ ആംഗിളിനെ ഡിനോട്ട് ചെയ്യുന്നത് ഏതൊക്കെയാണ്, അതുപോലെ എത്ര ആറ്റംസ് ഇതിൻ്റെ അകത്ത് വരും. അപ്പോൾ ആറ്റംസിൻ്റെ നമ്പർ തന്നിട്ടുണ്ട്, അതുപോലെ അതിൻ്റെ കോർഡിനേറ്റും തന്നിട്ടുണ്ട്. ഇതിൽ കറക്റ്റ് ആൻസർ സെലക്ട് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ 1 ആണ്. 4 ആറ്റംസ് വരുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ഫൈ ആംഗിൾ എന്ന് പറയുന്നത് NC, ഇവിടെ നിന്നുള്ള റൊട്ടേഷനാണ് ഫൈ എന്ന് പറയുന്നത്. സൈ എന്ന് പറയുന്നത് സി ആൽഫേന്ന് സിയിലുള്ള ആ ഒരു റൊട്ടേഷനെയാണ് സൈ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കോർഡിനേറ്റിൽ ഫൈ എന്ന് പറയുന്നത് C-1 N C ആൽഫ C ഇതുവരെയുള്ള ഭാഗമാണ് സൈ എന്ന് പറയുന്നത്, ഫൈ എന്ന് പറയുന്നത്. ഇനി സൈ എന്ന് പറയുന്നത് N C ആൽഫ C N+1 ഇത്രയും ഭാഗത്തിലുള്ള ആ ഒരു റൊട്ടേഷൻ, ആ ഒരു ടോർഷണൽ ആംഗിളിനെയാണ് സൈ എന്ന് പറയുന്നത്. ഇവിടെയാണ് ആംഗിൾ റൊട്ടേഷൻ കറക്റ്റായിട്ട് വരുന്നത് സൈൻ്റെ കേസിൽ. ഫൈ ആണെങ്കിൽ ഇവിടെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദ കറക്റ്റ് ഓർഡർ ഇൻ വിച്ച് ദ ഫോളോയിങ് പ്രോട്ടീൻസ് ആർ റിക്രൂട്ടഡ് ഡ്യൂറിങ് DNA ഡബിൾ സ്ട്രാൻഡ് ബ്രേക്ക് റിപ്പയർ ഇൻ പ്രോകാരിയോട്ട്? ഇപ്പോൾ പ്രോകാരിയോട്ടിൻ്റെ അകത്ത് DNA ഡബിൾ സ്ട്രാൻഡ് ബ്രേക്ക് നടക്കുമ്പോൾ റിക്രൂട്ട് ചെയ്യുന്ന പ്രോട്ടീൻസിൻ്റെ കറക്റ്റ് ഓർഡറാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 4 ആണ്. REC BCD SSB സിംഗിൾ സ്ട്രാൻഡഡ് ബൈൻഡിങ് പ്രോട്ടീൻ, REC A DNA Pol 3 DNA ലിഗേസ്. അപ്പോൾ ഇതിൽ REC BCDയുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഹോമോലോഗസ് റീകോമ്പിനേഷൻ ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് DNA-യുടെ എൻസിനെ പ്രോസസ്സ് ചെയ്യുക എന്നതാണ് REC BCDയുടെ ഫങ്ഷൻ. SSB സിംഗിൾ സ്ട്രാൻഡഡ് ബൈൻഡിങ് പ്രോട്ടീൻ്റെ ഫങ്ഷൻ സിംഗിൾ സ്ട്രാൻഡ്സിന് DNA ഡബിൾ സ്ട്രാൻഡ് സെപ്പറേറ്റ് ചെയ്ത് സിംഗിൾ സ്ട്രാൻഡ് ആകുമ്പോൾ അതിനെ ബൈൻഡ് ചെയ്ത് അതിനെ സ്റ്റെബിലൈസ് ചെയ്യും. അതുപോലെ വീണ്ടും അത് റീബൈൻഡ് ചെയ്ത് ഡബിൾ സ്ട്രാൻഡ് DNA ആവുന്നത് തടയുകയും ചെയ്യുകയാണ് സിംഗിൾ സ്ട്രാൻഡഡ് ബൈൻഡിങ് പ്രോട്ടീൻ്റെ ഫങ്ഷൻ. REC സ്ട്രാൻഡ് എക്സ്ചേഞ്ചിന് ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി DNA Pol 3 പോളിമറൈസ് 3 സ്ട്രാൻഡിന് സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. DNA ലിഗേസ് ആണെങ്കിൽ നിക്ക് സീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇത് റിപ്പയർ മെക്കാനിസത്തിൽ വരുന്ന ഒരു പോർഷനാണ്. അപ്പോൾ ഇത് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ദ retinal rod cell cGMP phosphodiesterase is an enzyme with subunit structure as. cGMP phosphodiesterase സബ് യൂണിറ്റ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ 2 ആണ് ആൻസർ വരുന്നത്. സെൽ സിഗ്നലിങ്ങിലുള്ള പോർഷനാണ്. ആൽഫ ബീറ്റ ഗാമ 2 ആണ് ആൻസർ വരുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.